ഡിയർ UPSC ആസ്പിരന്റ്, 2025 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. മെയ് മാസത്തിൽ നടക്കുന്ന UPSC പ്രിലിംസ്, അതിനുശേഷം കേരളത്തിന്റെ സിവിൽ സർവീസ് എക്സാമിനേഷനായിട്ടുള്ള KS കൂടി വരികയാണ്. ജൂൺ മാസത്തിൽ നടക്കുന്ന KS പ്രിലിമിനറി എക്സാമിനേഷനിൽ UPSC ആസ്പിരന്റ് ആയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പഠിച്ചിരിക്കുന്ന UPSC മൊഡ്യൂളുകളിൽ നിന്നും അഡീഷണൽ ആയിക്കൊണ്ട് നിങ്ങൾക്ക് കേരള മൊഡ്യൂൾസ് പഠിക്കാനുണ്ട്. കേരള ഹിസ്റ്ററി, കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള, കേരള ഇക്കണോമി, കേരള ജോഗ്രഫി, ഈ ഭാഗങ്ങളാണ് നിങ്ങൾക്ക് കേരള മൊഡ്യൂൾസിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇതിൽ നിന്നും കഴിഞ്ഞൊരു KS പ്രിലിംസിൽ മാത്രം 31ഓളം ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. എന്നതിന്റെ ചുരുക്കം, നിങ്ങൾ ഈ കേരള മൊഡ്യൂൾസ് നല്ലപോലെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാകാൻ വേണ്ടി പറ്റുള്ളൂ. അതിനുശേഷം നടക്കുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിനേഷന്റെ മെയിൻസ് പരീക്ഷയിലും ഈ സബ്ജക്റ്റുകൾക്ക് നല്ലൊരു റെലവൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്രാവശ്യം നിങ്ങൾ KS എക്സാമിനേഷന് നല്ല റെലവൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരള മൊഡ്യൂൾസ് ഒരിക്കലും മിസ്സാക്കരുത്. ദാറ്റ് ഈസ് സംതിങ് വെരി സിഗ്നിഫിക്കന്റ്. അപ്പൊ അതിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള നല്ലൊരു ഫോക്കസ് നൽകാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾക്ക് വേണ്ടി എമിനന്റ് PSC ഏപ്രിൽ 2 മുതൽക്ക് KSന്റെ ഒരു ബ്രിഡ്ജ് കോഴ്സ് ആരംഭിക്കുന്നു. കേരള മൊഡ്യൂൾസിന്റെ ലൈവ് ക്ലാസ്സസും അതിന് ഒപ്പമായിക്കൊണ്ട് അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക.